പ്രിയ സുഹൃത്തുക്കളെ, PG UG വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഗവേഷണ വിദ്യാർത്ഥികളും പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്നവരും എൻ്റെ മലയാളം മതിയാവോളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതെല്ലാം ഉപയോഗപ്പെടുത്തി വിജയങ്ങൾ വരിക്കുകയും ചെയ്തു എന്നറിയുന്നതിൽ ഏറെ സന്തോഷം. ഇനിയും നിങ്ങളുടെ ഈ വിജയങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും മുൻനിർത്തി ഞാൻ ഈ ചാനലിൽ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവരും വളരെ ഔത്സുക്യത്തോടെ തുടക്കത്തിൽ ഈ ഒരു സംരംഭത്തെ നോക്കിക്കണ്ടു. കഴിഞ്ഞ 2 കൊല്ലം മുൻപ് നടന്ന PSC പരീക്ഷകളിൽ, അതിനു മുമ്പ് നടന്ന പരീക്ഷകളിൽ ഒക്കെ ഇത് പ്രയോജനപ്പെടുത്തിയവരുണ്ട്. PGക്ക് പഠിക്കുന്നവർ, UGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, പഠിച്ചു കഴിഞ്ഞവർ ഒക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ക്ലാസ്സുകൾ കേൾക്കുകയും പ്രഭാഷണങ്ങൾ കേൾക്കുകയും ചോദ്യോത്തരങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. അതുവഴി അവർക്ക് ഉണ്ടായ വിജയം ചില ആൾക്കാർ ഞാനുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. അതിലേറെ സന്തോഷമുണ്ട്. ഇന്ന് ഈ മാതൃഭാഷാ ദിനത്തിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ: അവനവൻ്റെ സ്വത്വത്തെ കൈവെടിയാതിരിക്കുക. നമ്മുടെ കേരളം അരക്ഷിതമായ ഒരു അവസ്ഥയിൽ വൈയക്തികമായ ഇടങ്ങളിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹികമായി, സാങ്കേതികമായി നമ്മൾ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമൂഹികമായും സാങ്കേതികമായും നമ്മൾ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വൈയക്തിക തലങ്ങളിലെ അധപ്പതനത്തെ കാണാതെ പോകുന്നു. അമ്മ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വലിയ പ്രാധാന്യം എക്കാലത്തും കവികൾ വാഴ്ത്തിപ്പാടിയിട്ടുള്ളതാണ്. ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടൊക്കെ നമുക്കറിയാം. ഇന്ന് കുഞ്ഞുങ്ങളെ വലിച്ചെറിയാൻ മടിയില്ലാത്ത അമ്മമാർ, കൊല്ലാൻ പോലും മടിയില്ലാത്തവർ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ മൊബൈൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ, കുഞ്ഞുങ്ങളെയും മൊബൈലിനെയും ഒരുപോലെ സ്നേഹിക്കുന്നവർ, അതുപോലെ ടാബുകളും മറ്റാധുനിക സാങ്കേതിക ഉപകരണങ്ങളും ഉപയോഗിച്ച് തങ്ങളുടെ തൊഴിലിടങ്ങളിലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുട്ടികളെക്കുറിച്ച് ഓർക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാവരുമല്ല, ചിലർ. അതുപോലെ തന്നെ ഒരു വീട്ടിലെ സഹോദരിമാരും സഹോദരന്മാരും ഉണ്ടെങ്കിൽ അവർക്ക് പരസ്പരം മനസ്സിലാക്കുവാനും ആവശ്യങ്ങളറിഞ്ഞ് സഹായിക്കുവാനുമുള്ള സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. അവരും നെറ്റിനുള്ളിലാണ്, വലയ്ക്കുള്ളിലാണ്. വലയിൽ വീണ കിളികളായി നമ്മൾ കരയാതെ കരയുകയാണ്. എന്നാണ് ഇതിനൊരു അവസാനമെന്ന് ചോദിക്കരുത്. കാരണം ഇതിനിയൊരു അവസാനമില്ല. അതൊരു ആത്യന്തിക അവസാനത്തിലായിരിക്കും കലാശിക്കുക. ബോംബ് സ്ഫോടനത്തെക്കാൾ അതിഭയങ്കരമായ സ്ഫോടനമാണ് ഇൻ്റർനെറ്റ് വഴി ഉണ്ടാകുന്ന അപകടങ്ങളിലൂടെ സംഭവിക്കുന്നത്. വീടുകളിൽ സംഭവിക്കുന്ന ഇത്തരം സ്ഫോടനങ്ങൾ പിന്നീട് രാജ്യമാകത്തും ലോകത്തും വ്യാപിക്കാനിടയുണ്ട്. ലോകമാകെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഇംഗ്ലീഷ് ഭാഷ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് നിലനിൽക്കുമ്പോൾ നമ്മൾ വില കൽപ്പിക്കേണ്ടുന്നത് പ്രാദേശികമായ സ്വത്വബോധത്തിനും ആ സ്വത്വബോധത്തിലൂടെ നമ്മുടെ വളർച്ച സാധ്യമാക്കേണ്ടുന്ന
നമ്മുടെ ജന്മഭാഷയ്ക്കുമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ആരാണ് ചെയ്യുന്നത്? പണ്ട് പുരോഗമന കലാസാഹിത്യ സംഘവും ജീവൽ സാഹിത്യ സംഘടനകളുമെല്ലാം സാഹിത്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഏറെ ശ്രദ്ധിച്ചിരുന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ വേണ്ടിയാണ് അവരുടെയൊക്കെ ആരംഭം. പക്ഷേ ഇന്നിൻ്റെ തീക്ഷ്ണമായ ജ്വാലകൾ ഓരോരോ ഘട്ടത്തിലും നമ്മെ എരിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ എരിഞ്ഞടങ്ങലിൻ്റെ പരിസമാപ്തിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഓരോ ബാല്യങ്ങളും ഇന്ന് നെറ്റിനുള്ളിലാണ്. ഈ വലയ്ക്കുള്ളിൽ പെട്ടുപോയാൽ നമുക്കറിയാം, കാട്ടുപന്നികളും പുലിയും കടുവയും ഒക്കെ പുറത്തിറങ്ങുമ്പോൾ ചില മൃഗങ്ങളെ നമ്മൾ വലയ്ക്കുള്ളിലാക്കും. ആനയെ അത് പറ്റത്തില്ല, പക്ഷേ ചില മൃഗങ്ങൾ വലയ്ക്കുള്ളിലാക്കും. വലയ്ക്കുള്ളിലാക്കിയാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് അതിനെ മെരുക്കിയെടുക്കാനുള്ള സമയം കിട്ടും, അതിൻ്റെ ആക്രമണ സ്വഭാവത്തിന് നിയന്ത്രിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളുണ്ട്. ഇനി ഒരു പക്ഷേ നെറ്റിനുള്ളിൽ കുടുങ്ങിയിട്ട് അതിന് ആഹാരം കിട്ടിയില്ലെങ്കിൽ അതിന് അപകടം സംഭവിക്കും. എന്നാൽ മനുഷ്യൻ ഇന്ന് ഇൻ്റർനെറ്റ് സൃഷ്ടിക്കുന്ന ഒരു വലിയ വലയുണ്ട്. ആ വല ഇങ്ങനെ വളരെ രൂക്ഷമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അനന്ത സാധ്യതകളും വല്ലാത്തൊരു സുരക്ഷിതത്വ ബോധവുമൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഒരു വലിയ അരക്ഷിതത്വത്തിലേക്കുള്ള വാതായനങ്ങളാണ്. ഒരു ചെറിയ ടച്ച്, അതല്ലെങ്കിൽ ഒരു ചെറിയ യെസ് മാത്രം മതി ആ സുരക്ഷിതത്വത്തിൻ്റെ പരിധിയിൽ നിന്നും നമ്മൾ വലിയൊരു അരക്ഷിതത്വത്തിലേക്ക് എടുത്തെറിയപ്പെടാൻ. ഓൺലൈൻ തട്ടിപ്പുകളുടെ കാലമാണിത്. ബന്ധങ്ങൾക്ക് വിലയില്ലാതാകുന്ന കാലമാണിത്. വെട്ടാനും കുത്താനും കൊല്ലാനും മടിയില്ലാത്ത, പണ്ട് ഈ വെട്ടും കുത്തും കൊലയുമൊക്കെ രാഷ്ട്രീയക്കാരുടെ കുത്തകയെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. രാഷ്ട്രീയമെന്നോ മതമെന്നോ ഭേദമില്ല. ഇന്ന് ഓരോ മനുഷ്യ മനസ്സുകളും ദുഷ്ടബുദ്ധിയിലേക്ക് ചെന്ന് ചേരുകയാണ്. അതിലേറെ വിചിത്രമെന്ന് പറയുന്നത് ഈ സാങ്കേതിക വിദ്യ കാരണമുണ്ടാകുന്ന മാനസിക വിഭ്രാന്തിക്കപ്പുറം മാന്ത്രികവും താന്ത്രികവുമായിട്ടുള്ള കാര്യങ്ങളിലുള്ള അഭിനിവേശം കൂടി ആൾക്കാരെ സ്വാധീനിക്കുന്നു. അവിടെയും ഈ സാങ്കേതിക വിദ്യ ഒരു കെണി ഒരുക്കിയിട്ടുണ്ട്. ഈ സാങ്കേതിക ഉപകരണങ്ങളിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ മാന്ത്രിക താന്ത്രിക വിദ്യകൾ പ്രചരിക്കപ്പെടുന്നത്. അതിൻ്റെ വലയിൽ കുടുങ്ങിയും ചിലർ ഈ വഴിക്ക് എത്തിച്ചേരാറുണ്ട്. ഒരു ഫോൺ കാൾ, ഒരു മിസ്ഡ് കാൾ, ഒരു ലിങ്ക്, ഇതൊക്കെ വന്നു ചേരുമ്പോൾ വളരെ നല്ല കാര്യങ്ങൾക്കാണ് എന്ന് നമ്മൾ കരുതും. പക്ഷെ അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കാം. ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് നമ്മൾ പായുകയാണ്. മലയാളമാണെൻ്റെ ഭാഷ, എത്ര മധുരമാണ് ആ പേരു കേൾക്കാൻ എന്ന് പാടിയ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭാഷയുടെ തനിമയല്ല, ഭാഷയുടെ ആ ഒരു മ്ലേച്ഛത്വം, അതാണ് നമ്മുടെ ഇന്നത്തെ ട്രെൻഡ്. എല്ലാവർക്കും മനോഹരമായ ഭാഷ ഉപയോഗിച്ച് കാണുവാനും കേൾക്കുവാനും ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതിനേക്കാൾ ഇഷ്ടം അതിനെ വേറൊരു തലത്തിൽ കേൾക്കാനാണ്. ചുരുളിയൊക്കെ ഇഷ്ടപ്പെട്ടത് അതിലെ ഭാഷയുടെ ചില പ്രത്യേകതകളുണ്ടാണ്. പക്ഷെ സംവിധായകൻ്റെ ഉദ്ദേശം അങ്ങനെ കുട്ടികളെ വഴിതെറ്റിക്കുക എന്നുള്ളതായിരുന്നില്ല. ഭാഷയുടെ വിവിധ തലങ്ങൾ സമൂഹത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു, പ്രതിഫലിക്കുന്നു എന്നൊക്കെയാണ്. സിനിമ എടുക്കപ്പെടുന്നത് പലപ്പോഴും നല്ല ഉദ്ദേശങ്ങളിലാണ്. പക്ഷേ അതിലെ പല രംഗങ്ങളും കാണികളിൽ ഉളവാക്കുന്ന ചിന്തകളും പ്രതിഫലനങ്ങളും
മറ്റു പല രീതിയിലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണമെന്ന് കലാകാരന്മാരും ചരിത്ര പ്രവർത്തകരും മറ്റുള്ളവരും. കലാരംഗങ്ങളിലും പല ദുഷിപ്പുകളും കടന്നുകൂടിയിട്ടുണ്ട്. അവയെല്ലാം ഈ അടുത്ത കാലത്ത് പുറത്തു വന്നതാണ്. പക്ഷേ നമ്മൾ കേരളീയർ കേരളത്തനിമയെ കൈവിട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് ഈ മാതൃഭാഷാ ദിനത്തിൽ സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു. നമ്മളത് തിരിച്ചു പിടിക്കണം. നമ്മളിപ്പോൾ തന്നെ കൃഷിയിൽ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ കൂടെ ആർജവത്തോടെ നെൽകൃഷിക്ക് ഇടങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ തിരിച്ചു പിടിക്കണം. പരിസ്ഥിതിയെ സംരക്ഷിക്കണം. അതിനുള്ള ആർജവം നമ്മുടെ സമൂഹം കാണിക്കണം. പിന്നോക്കക്കാരെന്ന് പറഞ്ഞ് തള്ളപ്പെട്ട ആദിവാസികൾ ഉൾപ്പെടെയുള്ള സമൂഹങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഊർജം നൽകണം. അവരെ കേവലം പഠന വസ്തുക്കൾ മാത്രമാക്കി മാറ്റരുത്. അത്തരത്തിലുള്ള ഒരു നയസമീപനം രൂപപ്പെടുത്താൻ സമൂഹവും ഭരണകൂടവും തയ്യാറാവണം. അല്ലെങ്കിൽ വരും നാളുകൾ ഭീകരമായിരിക്കും. ദളിത് സമൂഹം എന്ന് പറഞ്ഞൊരു സമൂഹത്തെ നമ്മൾ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. അവരെ മാനവ സമൂഹം എന്ന കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അവർ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ മാറ്റി നിർത്തപ്പെടുന്നത് കൊണ്ടാണ്. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് കഴിയണം. ചേർത്ത് നിർത്തലല്ല, നമ്മളെ ഒരാളാക്കി തീർക്കുക എന്നുള്ളതാണ് പ്രധാനം. അന്നേരമേ നമുക്ക് നമ്മൾ അവരെക്കാൾ എത്രയോ താഴെയാണ് എന്ന് മനസ്സിലാവും. ആദിവാസി സമൂഹങ്ങൾക്കുള്ള അറിവിൻ്റെ ഒരംശം പോലും ആധുനികനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാഗരിക മനുഷ്യന് അവകാശപ്പെടാനില്ല എന്നതാണ് സത്യം. മണ്ണിൻ്റെ മക്കൾക്ക് ശക്തിയും ബുദ്ധിയും ഒന്ന് വേറെ തന്നെയാണ്. അത് അനുഭവിച്ചറിയേണ്ടതാണ്. നമുക്ക് ഏതെങ്കിലും AC മുറികളിലിരുന്ന് സംസാരിക്കുന്നതിലല്ല സത്യസന്ധതയും ആത്മാർത്ഥതയും കുടികൊള്ളുന്നു. പാടത്തെ ചെളികളിലിറങ്ങി പണി ചെയ്യുന്നതിലാണ്. പണ്ട് ടാഗോർ അക്കാര്യം ഗീതാഞ്ജലിയിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. മുറിയടച്ചിരുന്ന് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതിലല്ല യഥാർത്ഥ ഈശ്വരപ്രീതി ഉണ്ടാകുക, ചെളിയിലിറങ്ങി പണിയെടുക്കുമ്പോഴാണ്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് കർമ്മം ചെയ്യുക നമ്മുടെ ധർമ്മം എന്നാണ്. കർമ്മഫലം വന്നു ചേരേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ധർമ്മം എന്താണോ, നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന കർമ്മമേഖല ഏതാണോ, അവിടെ നമ്മൾ സത്യസന്ധമായി നമ്മുടെ കടമകൾ നിർവഹിക്കുക എന്നതാണ് പ്രധാനം. അതിനോടൊപ്പം നമ്മുടെ സഹജീവികളോടുള്ള അനുഭാവപൂർവ്വമുള്ള സ്നേഹപൂർണ്ണമായിട്ടുള്ള ഒരു നിലപാട് കൈക്കൊള്ളണം. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ ഉപകാരപ്പെടുന്ന നമ്മുടെ ഭാഷയോടുള്ള നീതിയും നമ്മൾ പുലർത്തണം. നമ്മുടെ മക്കളോട്, വളർന്നു വരുന്ന യുവതലമുറയോട് നമുക്ക് സ്നേഹത്തോടെ പെരുമാറാനുള്ള സ്നേഹത്തിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം. സ്നേഹഗായകനായ ആശാൻ്റെ കാലത്തിന് ശേഷം ഇപ്പോൾ സ്നേഹം തീരെയില്ലാത്തൊരു സമൂഹമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. അച്ഛനെന്നോ അമ്മയെന്നോ ചിന്തിക്കാതെ വെട്ടിക്കൊല്ലാൻ മടിയില്ലാത്ത മക്കളുണ്ടാകുന്നു. മക്കളെ വലിച്ചെറിയുന്ന മാതാപിതാക്കളുണ്ടാകുന്നു. സഹോദരങ്ങളായി കാണാത്ത, സഹോദരിയായിട്ട് കാണാൻ കഴിയാത്ത, സഹോദരനായിട്ട് കാണാൻ കഴിയാത്ത ജന്മങ്ങളുണ്ടാകുന്നു. ഇതൊക്കെ ഈ നശിച്ച നാടിൻ്റെ ശാപമാണോ എന്ന് ചിന്തിച്ചു പോകേണ്ടി വരുന്നു. പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ അഭിമാനം കൊണ്ടിരുന്ന നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഒന്നല്ല പലവട്ടം ഞെട്ടിപ്പോകും. കണ്ണിൽ നിന്നും കണ്ണീർ പോലും വറ്റി വരണ്ട് തുടങ്ങിയിരിക്കുന്ന കാലം. ഈ ഒരു കാലഘട്ടത്തിലാണ് ലോക മാതൃഭാഷാ ദിനത്തിൽ നമ്മളെല്ലാവരും മലയാളത്തെ മാധുര്യമൂറുന്ന ഒരുപാട് നല്ല നല്ല കഥകളും പാട്ടുകളും പകർന്നു തന്ന മലയാളത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത്. ആ മലയാളം പകരുന്ന നന്മയുടെ വെളിച്ചം മനസ്സുകളിലും നന്മ വിളയിക്കട്ടെ. എല്ലാവർക്കും ലോക മാതൃഭാഷാ ദിനാശംസകൾ. നന്ദി.